ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയെന്ന ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ്. ഹാരിസ് പറഞ്ഞത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. 4-അംഗ സമിതി അന്വേഷണം നടത്തുമെന്ന് DME ഡോക്ടർ വിശ്വനാഥൻ മീഡിയ വണ്ണോട് പറഞ്ഞു. എത്രയും വേഗം അന്വേഷണം നടത്തി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ വെളിപ്പെടുത്തൽ പോലെ ഗുരുതരമായ സാഹചര്യം മെഡിക്കൽ കോളേജിൽ ഇല്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. എല്ലാ വകുപ്പുകളിലും ആവശ്യാനുസരണമുള്ള ഉപകരണങ്ങളുണ്ട്. ഹാരിസ് ഉന്നയിച്ച വിഷയങ്ങൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. സർക്കാർ ആശുപത്രികളിലെത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത് സിസ്റ്റത്തിന്റെ പ്രശ്നമായിരിക്കാം എന്ന് പറഞ്ഞ് തലയൂരുകയാണ് ആരോഗ്യമന്ത്രി. ഡോക്ടർ ഹാരിസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം അതൊരു സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കാണണം. അപ്പോൾ ഇത് സിസ്റ്റത്തിൽ മുഴുവൻ ഉണ്ടെന്ന് നമ്മൾ കാണണം. അതായത് ഫയലുകൾ മൂവ് ചെയ്യുന്നത് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും സമഗ്രമായി അന്വേഷിക്കുമെന്ന് DME പറഞ്ഞു. ഇതിനായി 4-അംഗ സമിതി ഉണ്ടാകും. ഈ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പൂർണ്ണതോതിൽ പരിശോധിക്കാനായിട്ട് ഒരു കമ്മിറ്റി സർക്കാർ തലത്തിനെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർ കമ്മിറ്റിയുടെ ഫോർമേഷൻ ആയ ഉടനെ തന്നെ ഇതിലോട്ട് പോകും, അന്വേഷണത്തിലോട്ട് പോകും. അന്വേഷിച്ച ശേഷം ബാക്കിയുള്ള തീരുമാനങ്ങൾ പറയാം. സംഭവത്തിന് പിന്നാലെ എല്ലാ മെഡിക്കൽ കോളേജിലെയും ഉപകരണങ്ങളുടെ ലഭ്യത സംബന്ധിച്ച കണക്ക് ആരോഗ്യവകുപ്പ് എടുത്തു തുടങ്ങി. എവിടെ എന്ത് സംഭവിച്ചാലും അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകും. സമഗ്ര അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ സാധാരണക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ആര് പരിഹരിക്കും എന്നുള്ള ചോദ്യവും സമൂഹത്തിൽ ഉയരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ, മീഡിയ 1.